പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 24 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കിയേ, ആ തിരക്കേറിയ പകൽക്കാലം കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി അല്ലാതെ നമ്മൾ എന്താ പറയേണ്ടത്? കരം ഉയർത്തിപ്പിടിച്ച് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നേൻ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നത് കർത്താവിന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നപ്പ. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ അത്ഭുതമായി പരിപാലിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം. ആമേൻ. 59-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 16-ാമത്തെ ഭാഗം, ഞാൻ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാരത്തെ ഞാൻ കർത്താവിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. കഷ്ടകാലത്ത് എൻ്റെ കർത്താവിൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. ആമേൻ. എൻ്റെ ബലമായുള്ളവേ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. എല്ലാവരും കൈകൾ ഉയർത്തി പറ, ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമാകുന്നു. കരം ഉയർത്തി പറ, കർത്താവ് എൻ്റെ ഗോപുരമാകുന്നു, കർത്താവിന് എന്നോടുള്ള ദയ വലുതാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് അപ്പയ്ക്ക് നന്ദി പറയുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ സകല ആവശ്യങ്ങളും ആമേൻ പരിഹരിക്കപ്പെടട്ടെ. എല്ലാത്തിന്മേലും ദൈവികമായ ഒരു ഇടപെടൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞങ്ങൾ കാനായിലെ കല്യാണ വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോൾ അവിടെ ഞങ്ങളുടെ കർത്താവ് ഇടപെട്ടതുപോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഭവനത്തിലും അവരുടെ ആവശ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവിക പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, അതുമായിട്ടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിൽ പോകുവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലോക്കുകളും റിമൂവ് ആയി പോകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. പൂർണ്ണമായ സൗഖ്യം, ആമേൻ. ആരോഗ്യമുള്ള ഹൃദയം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ള പൂർണ്ണ പ്രവർത്തനക്ഷമതയുള്ളൊരു ഹൃദയം യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. അലർജിയാൽ ഭാരപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ കർത്താവേ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം. കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളിൽ വലിയ ദൈവിക മഹിമ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ അങ്ങയുടെ നാമം ലോകത്തെമ്പാടും മഹത്വപ്പെടട്ടെ. അഭിഷക്ത ദാസിദാസന്മാരെ അങ്ങ് ഉപയോഗിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൈ ഉയർത്തി ഇന്ന് നടക്കുന്ന ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങളെയും ദൈവജനത്തെയും അഭിഷക്ത ദാസന്മാരെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തിയാട്ടെ.
പിതാവേ, ഞങ്ങൾ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും എല്ലാം സമാധാനപരമായി നടക്കണം. എങ്ങും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനോ ഒരു പ്രയാസം ഉണ്ടാകാനോ ഇടവരരുത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ലോകവ്യാപകമായി കണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർവുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, ഉണർവുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് സഭായോഗമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ആ സഭായോഗത്തിൽ പങ്കെടുക്കണം. ഒരു കാരണവശാലും സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വളരെ വേഗത്തിൽ നടക്കും എന്ന് ഞാനും നിങ്ങളും എല്ലാവരും വിശ്വസിക്കുക. നമ്മളെല്ലാം നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. നമ്മുടെ ആശ എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് ആഗ്രഹമെന്ന് പറയുന്നത് കർത്താവ് മടങ്ങി വരും, കർത്താവിൻ്റെ കൂടെ നമ്മൾ പോവുക തന്നെ ചെയ്യും. ഈ അന്ത്യകാലത്ത് പലതരത്തിലുള്ള ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിൽ വരും. ഇത്രയും കാലമായിട്ട് കർത്താവ് വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏത് കാലങ്ങളെക്കാളും ഏറ്റവും അധികം കർത്താവിൻ്റെ വരവിന് സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ സകല പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങൾ 1 by 1 ആയിട്ട് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും ലോക സംഭവങ്ങൾ നമ്മളെ അത് വിളിച്ചറിയിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത വേണം, എൻ്റെ കർത്താവ് വരാറായി. എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണം, യേശുവിൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനു വേണ്ടി റെഡിയാകേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ വേണം ഇരിക്കാൻ. തീമോഥെയോസിൻ്റെ ലേഖനം 2 തീമോത്തി 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഈ അന്ത്യകാലത്തുണ്ടാകുന്ന ചില സ്വഭാവ മാറ്റങ്ങൾ, മനുഷ്യരിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ഒന്ന്, മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും. അതായത് സെൽഫിഷ്നെസ്, എൻ്റെ കാര്യം മാത്രം, ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാനെന്നുള്ള ചിന്ത, വേറെ ഒരു ചിന്തയും മറ്റൊരു മനുഷ്യനെ സഹായിക്കണമെന്നോ മറ്റൊരു മനുഷ്യൻ്റെ വിഷമത്തിൽ വിഷമിക്കുവാനോ ഒന്നും താല്പര്യമില്ലാത്ത സ്വസ്നേഹികൾ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നോക്കിക്കേ, എല്ലാവരും സാമൂഹികമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം നടത്തുക എന്ന ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. ദ്രവ്യാഗ്രഹികൾ, അതായത് പണത്തോടങ്ങ് മോഹം കൂടി, എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എൻ്റെ ജീവിത സാഹചര്യത്തെ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണം, ഏറ്റവും കൂടുതലാക്കി തീർക്കണം എൻ്റെ ജീവിത സാഹചര്യം. അതിനുവേണ്ടി പണം എങ്ങനെയും സമ്പാദിക്കണം, എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വമ്പ് പറയുന്നവർ, വമ്പ് പറയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. വമ്പ് പറയുന്നവരും അല്ലെങ്കിൽ തങ്ങളെ തന്നെ കളത്തി പറയുന്നവർ, തങ്ങൾ ചെയ്യുന്നത് തങ്ങളുടെ മക്കൾ ചെയ്യുന്നത് അതുമാത്രം ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വമ്പ് പറയുന്നവരും അഹങ്കാരികളും, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദൂഷകന്മാരും, ദൂഷകന്മാരെന്ന് പറഞ്ഞാൽ ദോഷമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ഇപ്പം പണ്ട് കാലത്തൊക്കെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് പേടിയായിരുന്നു. ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പം മാതാപിതാക്കളെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് സമൂഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ നിങ്ങളെ വഴക്കുണ്ടാക്കിയാൽ, നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ നേരെ വടിയെടുത്താൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെ എന്ത് ചെയ്യുക? അനുസരിക്കാത്ത ഒരു തലമുറ, നന്ദി കെട്ടവർ, ഒരു മനുഷ്യനോട് നന്ദിയില്ല. ഒരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോടൊരു നന്ദി പറയുവാനോ അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള ഹൃദയമില്ലാത്തവരും, അശുദ്ധരും, ഹോളിനെസ് നഷ്ടപ്പെട്ട ഒരു തലമുറ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ എന്ന് വെച്ചാൽ ഏഷണിക്കാർ, അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ഭാഗങ്ങളും നിങ്ങൾ എടുക്കുക, എന്നിട്ട് അത് വായിച്ചു നോക്കുക, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുക, അല്ലെങ്കിൽ ഓരോന്നും വായിച്ചു നോക്കുക. ഈ കാലഘട്ടം നമുക്കറിയാം, ഇതുപോലൊരു കാലഘട്ടത്തിലൂടെ പോയി. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കിയാൽ അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനൊരു കാലഘട്ടമല്ല അവർ കടന്നുപോയത്. അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറേ കൂടെ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കി, ആ കാലഘട്ടത്തിലും ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറി സ്വസ്നേഹികളാകാതെ, ആമേൻ, ദൂഷണം പറയുന്നവരാകാതെ, പോസ്ക് പറയുന്നവരാകാതെ, നമ്മൾ സ്വയം പ്രശംസക്കാരായി മാറാതെ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിച്ച് താഴ്മയുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി, ആമേൻ, ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കുവാൻ ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരവ് അതിവേഗത്തിൽ നടക്കും. അതുകൊണ്ട് ബി പ്രിപ്പയർ ഫോർ ദാറ്റ്, ബി റെഡി ഫോർ ദാറ്റ്. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ കാഹളം നിങ്ങൾ എടുക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമായി തീരും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.